അത് ആ സിനിമയിലത്തെ ഡയലോഗ്. അതെ. അയ്യോ അനിയ നീ കേക്കണം കേട്ടോ, അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ഒരു മനുഷ്യൻ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടോ, ഇവിടെ നിന്ന് ചവിട്ടുകൊണ്ട് എൻ്റെ കൊച്ചു വീണ ഗീതയുടെ പറമ്പില്ല, അവിടെ നിന്നാ പറയെടുത്തുണ്ടോ ഈ ചെറുക്കനൊരു കഴിഞ്ഞായി പോയിട്ടല്ലോ അവിടെ എടുത്തിട്ട് ചവിട്ടുന്നത്. അത് കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് നേരിട്ട് എന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് കാണിക്കാനായിട്ട് ജിസിന് പറ്റിയായിരുന്നു? ഇല്ല, പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സമയം തുടങ്ങിയില്ലേ ഉള്ളൂ. ലോക്ക്ഡൌൺ എന്നൊക്കെ പറഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ. ഞാൻ ജ്യോതിചേട്ടന്റെ വീട്ടിലൊക്കെ കുറെ വട്ടം പോയിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ വലിയ ഫാനാ ജ്യോതിചേട്ടൻ. ജ്യോതിചേട്ടന്റെ എല്ലാ സിനിമകളും കൃത്യമായി മുടങ്ങാതെ കാണുന്ന ഒരു ഞാൻ ജ്യോതിചേട്ടന്റെ വീഡിയോ ഡബ് ചെയ്തിട്ട് പുള്ളിക്കാരെ അത് കണ്ടിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അത് ശരി. ഈ ജോജി ചേട്ടനും ഷൈൻ ടോം ചാക്കോയും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന നല്ല ആത്മവിശ്വാസമുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? അർജുൻ ദാസിന്റെ വോയിസ് എടുക്കും, തമിഴിലെ കൈതിയിലത്തെ വില്ലൻ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വോയിസ് എടുക്കും. അമ്മേ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ശബ്ദം അതൊന്ന് ചെയ്യൂ? ചെയ്യാം. Of course. In my mind, I'm always the best. I don't care what the people say, but in my mind, I'm always the best. Not this year, all the time. In my mind, I'm always the best. ഓ, അത് കൊള്ളോ. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ട് എപ്പോഴാ പോയെ? അത് ആളിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര താല്പര്യം തോന്നുന്ന ആൾക്കാരുടെ സൗണ്ടുകൾ പഠിക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാവുമ്പോ നമുക്ക് സ്വന്തമായിട്ട് അവരുടെ വോയിസ് തന്നെ നമുക്ക് കേൾക്കാലോ ഓരോന്ന്. അങ്ങനെ പഠിച്ചെടുത്താ. എന്തെങ്കിലും ഒരിക്കൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കാണുന്ന ഭയങ്കര അമിതമായ ആഗ്രഹം ഉണ്ടല്ലേ? ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു മറ്റേ ജയഹല അമ്മ അല്ലാത്ത മറ്റൊരു ഫീമെയിൽ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെടുക്കും? അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വേറെ അധികം നോക്കിയിട്ടില്ല, കാരണം വോയിസ് പഠിച്ചെടുക്കാൻ സമയം എടുക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ വെറുതെ അറിയാനുള്ള എത്ര വോയിസ് എടുക്കും? ഏകദേശം എത്ര പേരുടെ വോയിസ് എടുക്കാൻ ഇതുവരെ പഠിച്ച്? 6-7 പേര്, അത്രേ ഉള്ളൂ. ആക്ച്വലി ജീസ് ശരിക്കും എന്താ ചെയ്യണേ? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. ഇപ്പൊ വെറുതെ ഇരിക്കുന്നു. ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ HL എന്ന് പറഞ്ഞ കമ്പനിയിൽ ട്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് ഈ മാസം കഴിഞ്ഞ് ഞാൻ വന്നുള്ളൂ, തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്റ്റേജ് ഷോയിലോ അങ്ങനെ എവിടെയെങ്കിലും ഈ നമ്മുടെ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഇല്ല. അതിന് ശ്രമിച്ചായിരുന്നു? ഞാൻ കോമഡി ഉത്സവത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ളൊരു ഇത് കിട്ടിയില്ല. അപ്പൊ ഇതൊരു തുടക്കമാവട്ടെ, ഇതൊരു നല്ല തുടക്കമാവട്ടെ. ജീസിന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ശബ്ദമൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോ അവരുടെ ഒരു റെസ്പോൺസ് എന്താ? അവര് പറയാറുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയാറുള്ളൂ, അധികം ഇല്ല. ഇനി വേറെ ആർട്ടിസ്റ്റ് ആരാ അങ്ങനെ എടുക്കാൻ പറ്റും? ഞാൻ സിനിൽ സൈനുദ്ദീന്റെ ചെയ്യും. അദ്ദേഹത്തിന്റെ ലൈവായിട്ട് വേണമെങ്കിൽ ചെയ്യാല്ലേ? സിനിലിക്ക ആക്ച്വലി എപ്പോഴും എല്ലാവരും സിനിലിക്കാനെ കാണുമ്പോഴത്തേക്കും ആദ്യം സിനിലിക്കയുടെ മുഖത്തിന്റെ ഒരു രൂപം എല്ലാം മൊത്തത്തില് അച്ഛൻ വാപ്പായെ പോലെ തന്നെ